അസ്സലാമു അലൈക്കും. നമസ്കാരമുണ്ട് കൂട്ടുകാരെ, എല്ലാവർക്കും ഫാത്തിമ സിമ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടുനോക്കിയിട്ടോ വീഡിയോ. നമ്മളൊന്ന് കോഴിക്കോട് ബീച്ചിലാട്ടോ ഉള്ളത്. വേസ്റ്റ് വെള്ളം അപ്പോൾ നമ്മൾ ഈ വേസ്റ്റ് വെള്ളം ചാടി കടന്ന് അപ്പുറം കടക്കാൻ അപ്പോൾ ഇതുണ്ടല്ല ഈ ഒരു സമയത്ത് കാണാൻ പറ്റും. അടിച്ച് വീണാൽ പിന്നെ നെച്ചോളാമല്ലാണ്ട് ഒന്നും പറ്റില്ല. അപ്പോൾ കണ്ടോ നല്ല സൂര്യനുള്ള ഗോൾഡൻ കളർ കടലിൽ ഇങ്ങനെ എന്താ പറയുക പെയിൻ്റ് അടിച്ച പോലെ ഭംഗിയാണ് കാണാൻ. ഇവിടെ ആ ബോട്ടിൻ്റെ ഇതുണ്ട് കണ്ടോ, ബോട്ട് പോണോ? ഞാൻ പോട്ടെ. ഈ ഒരു അസ്തമയം കാണാൻ വേണ്ടിയിട്ട് എന്തൊരു ആൾക്കാരാട്ടോ ഈ കോഴിക്കോട് കടപ്പുറത്തുള്ളത്. അതുകൊണ്ട് എല്ലാ കടപ്പുറത്തുണ്ടാവും. എന്നാലും നമ്മൾ കാണുന്ന കാഴ്ചയല്ലേ നിങ്ങളെ കാണിച്ചു തരാനാവൂ. ഇത് കണ്ടില്ലെങ്കിൽ ഇരുടാവുന്നതിനനുസരിച്ച് കോഴിക്കോട് കടപ്പുറത്ത് തിരക്കേറി വരികയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ മക്കളെ, ബോട്ട് യാത്ര. കടലിലുള്ള ബോട്ട് യാത്ര ഉണ്ട് ഇപ്പോൾ കോഴിക്കോട് ബീച്ചിൽ. അപ്പോൾ അതൊരു എന്താ പറയുക വല്ലാത്ത ഇത് തന്നെയാണ് കേട്ടോ. ഒരു വട്ടെങ്കിലും നിങ്ങൾ ഈ ബോട്ടിലൊന്ന് കയറിയിട്ട് പോവുക വേണം, എന്നാലേ അതിൻ്റെ ആ ഒരു വൈബ് എന്താണെന്നുള്ള മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് അടിപൊളിയാണ്. കയറിയോര് പറഞ്ഞിട്ടോ, ഞാൻ കയറിയില്ല കേട്ടോ. അപ്പൊ പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരെ വീഡിയോസ് എടുക്കുന്നുണ്ട്. പിന്നെ അത് ഞാൻ ഇന്നാളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ വെള്ളം കണ്ടാൽ ഒഴുകുന്ന വെള്ളം കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ശാന്തത കിട്ടുന്നുള്ളത്. അതുകൊണ്ടാണോ എന്ന് അറിയില്ല, നമ്മൾ പറഞ്ഞിട്ടല്ല, അല്ലാണ്ട് തന്നെ പൊതുവെ പറയുന്നൊരു കാര്യമാണ്. അപ്പം അത് കൊണ്ടാണോ എന്നറിയില്ല, നമ്മളെല്ലാവരും പോവും ഈ വെള്ളങ്ങളുള്ള സ്ഥലത്തേക്കല്ലേ, കടപ്പുറത്തേക്കാണെങ്കിലും പുഴ വക്കിലാണെങ്കിലും ഒക്കെ. അപ്പോൾ ഇവിടുത്തെ ബോട്ട് യാത്ര ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് എന്തായാലും നിങ്ങൾ പോവേണ്ട ഒരു സംഭവം തന്നെയാണെന്ന് ധൈര്യമുള്ള ആൾക്കാർ പോയാലും മതി കേട്ടോ. കാരണം ഈ കുതിച്ച് പായുന്ന ബോട്ട് തിരിച്ചും മറിച്ചും കിടത്തിയിട്ടും ഉരുട്ടിയിട്ടും ഒക്കെയാണ് കേട്ടോ ഈ കടലിൽ കൂടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് പേടിയുള്ള ആൾക്കാരാണെങ്കിൽ പറയാൻ വേണ്ടല്ലോ, എന്നെപ്പോലെ പേടിയാണെങ്കിൽ. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ എല്ലാവരും കയറുന്നുണ്ട് കേട്ടോ, ചെറിയ മക്കൾ കയറുന്നില്ല എന്നല്ലേ ഉള്ളൂ. പിന്നെ പ്രായമുള്ള ആൾക്കാർ കയറുന്നുണ്ട്. അപ്പോൾ പോയി വന്ന ബോട്ട് ഇതാ അവിടെ നിർത്തി അതിൽ നിന്ന് ആൾക്കാരൊക്കെ ഇറക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ അടുത്ത ബേച്ച് കയറാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ആരെന്ത് പറഞ്ഞാലെന്താ, ഈ ബോട്ട് യാത്രയിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ കയറാൻ നിൽക്കുന്നുണ്ട്. പൈസ എത്ര ആയാലും വേണ്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ തിക്കും തിരക്കും തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 2 ബോട്ടാണ് ഇവിടെ കണ്ടേക്കുന്നത്. ഇവരൊക്കെ റെഡിയായി നിൽക്കുകയാണ് അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട്. അടുത്ത ആൾക്കാർ കയറാൻ 300 ഉറുപ്പ്യാണ് കേട്ടോ ബോട്ട് യാത്രയ്ക്ക് വരുന്നത്. 300 ഉറുപ്പ്യ കൊടുത്താൽ എന്താ മുതലാവുന്ന കയറിയോട് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ നനയും കേട്ടോ, നല്ലോണം വെള്ളത്തിൽ നനയുന്നുണ്ട്, അത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ എന്താ പറയുക, മൊബൈലൊക്കെ കൈ പിടിച്ചാൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റും കേട്ടോ. വീഡിയോ അപ്പുറം എന്താ പറയുക കുറേ ദൂരത്തുള്ളോട്ട് കടലിൻ്റെ ഉള്ളോട്ട് കൊണ്ടുപോയിട്ട് അവിടെ കുറച്ച് സമയം വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിടുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചെറിയ മക്കൾ, അന്ന് ചെറിയ മക്കളാട്ടോ ഇല്ലാത്തത്, ഒരുവിധം ലേശം വലിപ്പമുള്ള മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. ഇനി നമ്മൾ കയറി വരുന്ന ആൾക്കാരോടും ചോദിച്ചു നോക്കാം. എടാ പേടിയുണ്ടോ കറക്കിയാലും? അടുത്ത ട്രിപ്പ് പോവാണ് കേട്ടോ. അടുത്ത ട്രിപ്പ് വേറൊരു കണ്ടോ ഞാൻ പോയില്ല. ഞാൻ പോണില്ല. ഭാഗ്യമുണ്ടെങ്കിൽ ദുബായിലെ കടപ്പുറത്തേക്ക് പോയി അടിക്കുക.
അപ്പോൾ ഇതാ അടുത്ത ട്രിപ്പ് പോകാൻ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. എന്താ സ്പീഡ് ബോട്ടാ? സ്പീഡ് ബോട്ട് എന്നൊക്കെ പറയും. നമ്മളെ ബൈക്കിനൊക്കെ സ്പീഡ് ഉണ്ടാവില്ല. ബൈക്കിനൊക്കെ കൂടെ പോകുന്ന സ്പീഡ് എന്തായാലും ഇവിടെ കിട്ടൂലല്ലോ. ഇത് കടലാണ്. വെള്ളത്തിന്റെ തടസ്സങ്ങളൊക്കെ തിര അങ്ങോട്ട് വരുമ്പോൾ സ്പീഡ് കുറയും. എന്തായാലും ഇതാ അടുത്ത ആൾക്കാർ സെറ്റായി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ജസ്റ്റ് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അടുത്ത സൂര്യന് സാക്ഷി സൂര്യാസ്തമയല്ലേ, സൂര്യാസ്തമയം സാക്ഷിയാക്കിക്കൊണ്ട് അടുത്ത ബോട്ട് യാത്ര, സാക്ഷിയാക്കിക്കൊണ്ട് അടുത്ത ബോട്ട് യാത്ര. അപ്പുറം വരെ ബോട്ടിൻ്റെ നാട്ട ജില്ലി ഉണ്ടാവില്ലേ, കടൽ ഒരു ജനമാലകൾ മുഴുവനുള്ള ചീറിപ്പാഞ്ഞത് അടുത്ത ബോട്ട്. ഈ ബോട്ടിൽ നമ്മളെ വേണ്ടപ്പെട്ട ഒരാളുണ്ട് കേട്ടോ. എല്ലാവരും വേണ്ടപ്പെട്ടവർ തന്നെയാണ്. പക്ഷെ അടുത്ത ബ്ലോഗർ തിരിച്ചും മറിച്ചും ഒക്കെ വീഡിയോ എടുക്കുന്ന ബ്ലോഗർ ഇന്ത്യക്കാരനാണ്. പ്രാവശ്യം മാമൻ്റെ ഒപ്പം നമ്മൾ വന്നപ്പോഴേ ഞാൻ എറിയുന്നു അങ്ങനെയില്ലേ പൈസ ഒരു കഷ്ടപ്പാടില്ലേ, 300 രൂപയുടെ കഷ്ടപ്പാടല്ല. എത്ര നേരം വേണം അതൊന്നും ഇനി പറഞ്ഞയക്കണമെങ്കിൽ? 10 ആളതിന് കയറുന്ന അല്ലല്ലേ? 10 അപ്പം നമ്മൾ ബോട്ടതാ കൊണ്ടിരിക്കുന്നത്. അത് പിന്നെ രക്ഷിക്കാനല്ലേ ഞാൻ കൊണ്ടാണ് അതാ വിശേഷിച്ചതാ ഞാൻ പറ്റിയാൽ വിശേഷിച്ചടക്കടുത്ത് നമ്മുടെ കണ്ണത്താ മക്കൾ കിടന്ന് കളിക്കുന്നു. ഇതൊക്കെ വെള്ളം തരാൻ വരുന്നല്ലേ. നമ്മളെ
വീഡിയോ ഇവിടെ അവസാനിക്കാണ് കേട്ടോ. അപ്പോൾ മറക്കണ്ട, ഇപ്പം നിങ്ങൾ കോഴിക്കോട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 കാര്യമാണ്: ഫ്ലവർ ഷോ കാണാം, അതുപോലെ തന്നെ ബീച്ചിൽ പോയി ബോട്ടിലും കയറാം കേട്ടോ. അപ്പം നല്ല സന്തോഷത്തോടു കൂടി തിരിച്ചു പോരാ. ഒരു ഞായറാഴ്ചയൊക്കെ പോവാ. കണ്ടില്ലേ ഇത് കറക്കൽ ഞാനൊക്കെ അതിലുണ്ടെങ്കിലും മയ്യത്തായ തന്നെ. അപ്പം നമ്മൾ തിരിച്ചു പോരാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ നിർത്തുകയാണ്. നിങ്ങളെ പ്രാർത്ഥനയിൽ എൻ്റെ കുടുംബത്തിനെ മറക്കാണ്ട് പെടുത്തണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ നിങ്ങൾ നമ്മളെ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പം ബൈ.